കല്യാണത്തിന് പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് സുരേഷ് ഗോപി കാറിൽ കയറി അവിടുന്ന് പോകാൻ നോക്കുകയാണ്. അപ്പോൾ പരസ്പരം കണ്ടു. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ രാജ്യസഭ അംഗമായിരിക്കുന്ന സമയത്ത് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് നല്ല പരിചയമുണ്ട്. ഡൽഹിയിലുള്ള സമയത്ത് പലപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം വിഷ് ചെയ്തു, ഞാനും വിഷ് ചെയ്തു. അപ്പോൾ വിഷ് ചെയ്തപ്പോൾ ഞാൻ അടുത്ത് പോയി ഒന്ന് കൈ കൊടുത്തു. അദ്ദേഹത്തോട് ഞാനൊരു കമൻറ്റ് പറഞ്ഞു, ഒന്നുമില്ല, എൻ്റെ നാടാണ്, ഇതെൻ്റെ നാടാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഈ നാടാണ്, ഞാനിങ്ങ് എടുക്കാൻ പോവാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആ സമയത്ത് മനസ്സിൽ വിചാരിച്ചതാണ്, ഇതിനെന്തെങ്കിലും തിരിച്ച് രണ്ട് വർത്താനം പറഞ്ഞാലോ ഞാൻ ചിന്തിച്ചാണ്. പിന്നെ വിചാരിച്ച് അതുപോലെ ഞാനാവണ്ടെന്ന് കരുതി. എനിക്ക് പറയാനറിയാത്ത ആളൊന്നും അല്ലല്ലോ ഞാൻ, പറയേണ്ടത്. ഞാനങ്ങ് ചിരിച്ചു വിട്ടു. സാധാരണ ഒരു കല്യാണത്തിൻ്റെ ഇടയ്ക്ക് അമ്മാതിരി ഒരു വർത്താനമൊന്നും പറയാൻ പാടില്ല. ഒരു ഔചിത്യത്തിൻ്റെ പ്രശ്നം അത്. കൃഷ്ണദാസിൻ്റെ അതിഥിയായിട്ട് അദ്ദേഹം വിളിച്ചിട്ടാണല്ലോ ഞാനവിടെ പോകുന്നത്. ഞാനവിടെ പോവുക. പോയിട്ട് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം കാറിലിരിക്കുകയാണ്. കാറിൽ കയറി പോകാൻ നോക്കുമ്പോൾ വേണമെങ്കിൽ കൈ കൊണ്ടൊരു ടാറ്റ പറഞ്ഞിട്ട് എനിക്കും അങ്ങ് ഇറങ്ങാം. പക്ഷെ ഞാൻ പോയിട്ട് അടുത്ത് പോയിട്ട് അദ്ദേഹത്തെ വിഷ് ചെയ്തു. അപ്പോൾ വിഷ് ചെയ്തപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പറയേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ എനിക്ക് പറയാം, താൻ പൊക്കിയാലൊന്നും ഈ നാട് പൊങ്ങൂല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷേ എൻ്റെ ഔചിത്യം കൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം. പക്ഷെ എന്താ പ്രശ്നം? അതിനെപ്പോലും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലീഗുകാരുടെയും കോൺഗ്രസിൻ്റെയും ഒരു രീതി. ഞാൻ പറഞ്ഞല്ലോ, കുന്നോത്തുപറമ്പ് യഥാർത്ഥത്തിൽ കോലീബി ഉണ്ടാക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ മേലെ BJP-യുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നുവെന്ന് പ്രചരിപ്പിക്കുക, വർഗീയ പ്രചരണം നടത്തുക, എന്നിട്ട് മറ്റുള്ളവർ വർഗീയ പ്രചരണം നടത്തുന്നുവെന്ന് പ്രസംഗിക്കുക. ഇതൊരു പുതിയ തന്ത്രമാണ്. ഇതാർക്കും മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കണ്ട. വടകരയിൽ പരീക്ഷിച്ച ഒരു തന്ത്രം ഇത്. വർഗീയമായി ജനങ്ങളെ തിരിവുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിൽ പ്രവർത്തിക്കുക, എന്നിട്ട് എതിരാളികൾക്കെതിരായിട്ട് അവരാണിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക. എന്ന് പറഞ്ഞാൽ ഉത്സവപ്പറമ്പിൽ മാല മോഷ്ടിച്ച് ഓടുന്ന കള്ളൻ മറ്റുള്ളവരെ കള്ളൻ എന്ന് വിളിക്കുന്നത് പോലെയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരും ലീഗുകാരും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേറൊരു സാമ്പിളാണ് ഇക്കാര്യം. നിങ്ങൾക്കറിയാത്തതാണത്. ഇവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ സ്വന്തം മനസാക്ഷി ഉപയോഗിച്ചുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. നിങ്ങൾ നടത്തിയ ഈ പ്രചരണം ശരിയാണ്? നിങ്ങൾ ചുരുങ്ങിയ പക്ഷം ആ സ്ഥലത്തൊന്ന് പോകണ്ടേ? നിങ്ങളെന്താ വാർത്ത കൊടുത്തത്? ബോംബ് സ്ഫോടനം CPM പ്രവർത്തകൻ്റെ കൈപ്പത്തി പോയി. എത്ര ക്രൂരമാണ് നിങ്ങൾ! എത്ര ക്രൂരമായിട്ടുള്ള പ്രചരണം നിങ്ങൾ നടത്തിയത്! ആ വീഡിയോ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിരുന്നോ ആ വീഡിയോ? നിങ്ങൾ ആ വീഡിയോ കൊടുക്കില്ല. നിങ്ങളൊരു ചിത്രം കൊടുത്തിട്ട് ആ ചിത്രം വെച്ചിട്ട് കയ്യിൽ നിന്ന് ബോംബ് പൊട്ടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പ്രചരണം നടത്തിയത്. നമ്മുടെ നാട്ടിൽ ഈ ഗുണ്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എല്ലാവരുടെയും അങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. ആ സാധനം കയ്യിൽ വെച്ചിട്ട് ഇയാൾ തിരിക്ക് തീ കൊളുത്തുകയാണ്. കൈ നാ പൊട്ടിപ്പോയി. ഇതല്ലേ യഥാർത്ഥത്തിൽ ഉണ്ടായത്? ഒരു മനുഷ്യൻ അപകടം പറ്റി ആ മനുഷ്യൻ്റെ കൈപ്പത്തി പോയിട്ട് അയാൾ ആശുപത്രി കിടക്കുന്ന സമയത്ത് അയാൾ കൊടും ക്രിമിനലാണ് എന്ന നിലയിൽ പ്രചരണം നടത്താൻ ഞാൻ എന്താണ് ഈ പ്രചരണം നടത്തിയ നിങ്ങളിൽ ചിലരെ കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക. എത്രമാത്രം നീചമായ രീതിയിലുള്ള പ്രചരണമാണ് UDF ഇവിടെ നടത്തിയത്, അതിൽ ആ പ്രചരണം നിങ്ങളിൽ ചിലർ ഏറ്റുപിടിച്ചത് എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം ആലോചിക്കുക. അയാൾ തീ കൊളുത്തുന്നതും അത് പൊട്ടുന്നതിൻ്റെ ഉൾപ്പെടെയുള്ള വീഡിയോ ദൃശ്യമുണ്ടല്ലോ.
നിങ്ങൾക്കെല്ലാം അത് കിട്ടിയതല്ലേ? എന്നിട്ട് നിങ്ങൾ പെരുന്നുണയല്ലേ പ്രചരിപ്പിച്ചത്? അതിൻ്റെ പേരിൽ അന്തിച്ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവിനെ കാള പറ്റുമെന്ന് കേട്ട മാത്രയിൽ ഉടനെ തന്നെ കയറെടുക്കുന്ന ആളാണ്. കയറ് കൊടുത്തു. ആ കയറിൻ്റെ പിന്നാലെ നിങ്ങളും കൂടി. ഇതല്ലേ സംഭവിച്ചത്? പെരുന്നുണയായിരുന്നു പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഈ പടക്കം തീ കൊളുത്തുന്ന സമയത്ത് പൊട്ടിയിട്ടാണ് അപകടം ഉണ്ടായത്. ആ അപകടത്തിൽ സഹതപിക്കുന്നതിന് പകരം ആ പ്രയാസം അനുഭവിക്കുന്ന ചെറുപ്പക്കാരൻ്റെ വേദനയിൽ പങ്കുകൊള്ളുന്നതിന് പകരം മനുഷ്യത്വമുള്ള ആരും അത് ബോംബ് സ്ഫോടനമാണ്, ഇയാൾ കൊടും ക്രിമിനലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ആരും നടത്തില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ അത്തരമൊരു മനുഷ്യത്വഹീനമായിട്ടുള്ള പ്രചരണമാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ വേണോ? കൊടുത്തിരുന്നോ?